കുറേ പേരുടെ ഒരു സ്വപ്നമാണ് ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. സോ കുറേ പേരുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് അതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് സോ ഹാപ്പി സീയിങ് ഓൾ ദാറ്റ് ഫോട്ടോസ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ. ആ ഡ്രീം ക്യാച്ചർ നമ്മൾ ഉണ്ടാക്കിയത് നോർമൽ ഡ്രീം ക്യാച്ചർ ആയിരുന്നു. സോ അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് എങ്ങനെ അടിപൊളിയാക്കിയിട്ട് വേറൊരു ടൈപ്പ് ഡ്രീം ക്യാച്ചർ, ഈ മൂൺ ഷേപ്പിലുള്ള ഡ്രീം ക്യാച്ചർ, പിന്നെ വേറെ അതിനകത്ത് ബഡ്സ് എങ്ങനെയാണ് പാശികളൊക്കെ പിടിപ്പിക്കുക എന്നുള്ളൊരു ഡ്രീം ക്യാച്ചർ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല. സോ അതിന് നമുക്കിന്ന് നോക്കാം. പിന്നെ ഈ ഫെദേഴ്സ് എല്ലാം എവിടെ കിട്ടുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നമുക്കിന്ന് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഫൈൻ. അപ്പോൾ ഈ വീഡിയോ കുറേ ആർട്ട് ലവേഴ്സിന്, ഈ ക്രാഫ്റ്റിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതും കൂടി ഞാൻ വിചാരിക്കുന്നു. ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് യെസ് യു ആർ ദ വൺ ഹു ലവ് ദിസ് വീഡിയോ അല്ലേ? ഇഷ്ടമല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഡ്രീം ക്യാച്ചർ എങ്ങനെയാണ്, ഈ ഡ്രീം ക്യാച്ചറിന് ഡ്രീം ക്യാച്ചർ എന്ന് എങ്ങനെയാണ് പേര് വന്നത്, എന്തുകൊണ്ടാണ് അതിന് ഡ്രീം ക്യാച്ചർ എന്ന് വിളിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതെന്താണെന്ന്. ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്ഡ്, പണ്ട് അമേരിക്കയിൽ എല്ലാവരും വീട്ടിന് ഫ്രണ്ടിൽ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. സോ അതുപോലെയല്ല ഈ ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ. സോ അതുപോലത്തെ ഒരു സംഭവം പണ്ട് അമേരിക്കയിൽ വീടുകളിൽ തൂക്കിയിട്ടിരുന്ന സംഭവമാണ്. ഈ സെൻട്രലി റൗണ്ട് എന്ന് പറയുന്നത് സ്പൈഡർ വെബായിട്ട് അതിൻ്റെ കൾച്ചറിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവരത് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ വീട്ടിന് ഫ്രണ്ടിൽ വന്നിട്ട് അത് തൂക്കിയിടുമ്പോൾ ഫസ്റ്റ് മോർണിംഗ് വരുന്ന സൺറൈസ് അതിൽ തട്ടിയിട്ട് നമ്മുടെ അകത്തേക്ക് നമുക്ക് ആ വീട്ടിലുള്ള എല്ലാവർക്കും സുഖവും സന്തോഷവും ഒരു ഹാപ്പി മൂഡ് ആ ദിവസം നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും എന്നാണ് ഡ്രീം ക്യാച്ചർ കൊണ്ട് അവർ മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി ബിഹൈൻഡ് ഡ്രീം ക്യാച്ചർ. സോ ലെറ്റ്സ് മേക്ക് അവർ ഡ്രീം ക്യാച്ചർ. നമ്മളെങ്ങനെ നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുക നോക്കാം. സോ ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, റൗണ്ട് വളയം. അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, റൗണ്ടിലുള്ള കാര്യം. ഞാനിവിടെ ബാംഗിൾസ്, വളകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എത്ര വലുതായിട്ട് എടുക്കുന്നോ അത്രയും സൈസുള്ള ഡ്രീം ക്യാച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ അതെടുക്കുക, ബീഡ്സ്, പാശികൾ, സിസേഴ്സ്, കത്രിക, ഫെവിക്കോൾ, പിന്നെ തൂവൽ, പിന്നെ ചെറിയൊരു സൂചി. ചെറിയ സൂചിയല്ല, വലിയ സൂചി. അത്യാവശ്യം ഈ എംബ്രോയ്ഡറി ത്രെഡ് അതിനകത്ത് കൊള്ളാൻ പറ്റുന്ന പോലെയുള്ളൊരു സൂചി എടുക്കുക. ഓക്കെ, പിന്നെ ഈ ഫെദേഴ്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചവരോട് ഞാൻ പറയാം, ഫെദേഴ്സ് നമുക്ക് കളക്ട് തന്നെ വേണം നമ്മുടെ പരിസരത്തിൽ നിന്ന്. ഇല്ലയെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടാവുമല്ലോ ടൗണിൽ, ക്രാഫ്റ്റ് ഷോപ്പ് നമുക്ക് എല്ലാവിടെയും അപ്പോൾ അത്യാവശ്യം എല്ലാവിടെയും ക്രാഫ്റ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ അന്വേഷിച്ചെന്ന് വെച്ചാൽ ചിലപ്പോൾ പാക്കറ്റിലാക്കിയിട്ട് ഫെദേഴ്സ് വിൽക്കാൻ കിട്ടും. ഇല്ലയെന്ന് വെച്ചാൽ കീ ചെയിനകത്തുനിന്ന് ഫെദേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കീ ചെയിനകത്തുനിന്ന് ഫെദേഴ്സ് എടുത്തിട്ടുള്ളതാണ്. സോ ഇല്ലയെന്ന് വെച്ചാൽ ഇതൊന്നും ഓപ്ഷൻ ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫെദേഴ്സ് എവിടെ നിന്ന് മേടിക്കുന്നത്. ലൈക്ക് ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോൺ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് മേടിക്കാം ഫെദേഴ്സൊക്കെ. ഫൈൻ, അത് നമുക്ക് തുടങ്ങാം. എൻ്റെ ഒരു റെഡ് നൂലുണ്ട്, ഒരു യെല്ലോ നൂലുണ്ട്. യെല്ലോ ഞാൻ അകത്തും റെഡ് ഞാൻ പുറത്തും കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ബാങ്കിളുടെ പുറത്ത് മുഴുവൻ നമുക്ക് റെഡ് വെച്ച് കവർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം റെഡ് എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ടൈറ്റാക്കാൻ വേണ്ടി 1-2 നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ എന്നിട്ട് ഇതിൻ്റെ ചെയ്യുന്നത് വെച്ചാൽ നൂലിങ്ങനെ അകത്ത് പോലെ, ഇത് കാണുന്ന പോലെ നൂലിങ്ങനെ അകത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. സോ കുറേ വട്ടം അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. എന്നിട്ട് ഇതിനിങ്ങനെ ചേർത്തി പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം കട്ടി കൂടുതലായിട്ട് വരും. ഓക്കെ, സോ ഈ പാറ്റേൺ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഈ നമ്മളുടെ ബാങ്കിൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെ. സോ ഞാനിങ്ങനെ വീണ്ടും ചെയ്ത് പാറ്റേൺ റിപ്പീറ്റ് ചെയ്തു. സോ അറ്റ് ലാസ്റ്റ് അതിപ്പോൾ പകുതിയോളമായി. സോ ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പകുതി ഭാഗം ചുമ്മാ ടൈറ്റായിട്ട് കവർ ചെയ്യല്ലാതെ ചുമ്മാ ചെറിയ രീതിക്ക് ഗ്യാപ്പെല്ലാം വിട്ട് കവർ ചെയ്യാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് ഇങ്ങനെ. സോ ഇങ്ങനെ കവർ ചെയ്ത ശേഷം ഞാൻ അറ്റത്ത് നമ്മൾ എൻഡിൽ നിൽക്കുന്ന ഭാഗത്ത് ചുമ്മാ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇത് കുറച്ച് ഫേമായിട്ട് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് അത് നിൽക്കും. ബാക്കി എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഫെവിക്കോളിൻ്റെ ആവശ്യം എവിടെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ടാവും. സോ ഫെവിക്കോളിൻ്റെ ആവശ്യം നമുക്ക് വേണേലേ ആവശ്യമുള്ളൂ.
ഈ എക്സ്ട്രാ വരുന്ന പാട്ടുണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ച് ചിലപ്പോൾ അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പാട്ടിനെ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഫൈൻ. സോ ഈ റൗണ്ടിനകത്തേക്ക് വെബ് പോലെ നമുക്ക് യെല്ലോ പിടിപ്പിക്കാം അല്ലേ. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ സൈഡിൽ നിന്ന് യെല്ലോൻ്റെ ആ ത്രെഡ് ഉണ്ടല്ലോ കെട്ടിത്തുടങ്ങാം. ചുമ്മാ ആദ്യം ഒരു നോട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് എത്രത്തോളം ഡിവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് എൻ്റെ 2 പാർട്ട്. ഇതിൻ്റെ സെൻറ്ററായിട്ട് ഈ ഭാഗത്തെ വരിക. ഓക്കെ, ആ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ചുമ്മാ സ്കെച്ച് എടുത്ത് മാർക്ക് ചെയ്താലും ഇല്ലാച്ച ഒരു പെന്നെടുത്ത് മാർക്ക് ചെയ്താലും മതി. സോ ഇത് രണ്ടിൻ്റെയും സെൻറ്റർ പിന്നെ ഇവിടെ വരിക, അവിടെ ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ വീണ്ടും ഇത് രണ്ടിൻ്റെയും സെൻറ്റർ ഈ ഭാഗത്തെ വരിക, അവിടെ ഞാൻ മാർക്ക് ചെയ്തു. സോ വി ഗോട്ട് 5 പോയിൻറ്റ്സ് അല്ലേ. സോ ഈ 5 പോയിൻറ്റ്സിൽ ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിങ്ങനെ കൊടുക്കാൻ. ഇതിൽ കാണുന്ന പോലെ കറക്റ്റ് അകത്തേക്ക് ഇട്ടിട്ട്, ഓക്കെ, അകത്തേക്ക് ഇട്ടിട്ട് കറക്റ്റ് ആ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന പോലെ കുറച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒരുപാട് ടൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ ബാങ്കിൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക. സോ അങ്ങനെ എല്ലാ പോയിന്റിലും ടച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, സോ 5 പോയിന്റിലും ടച്ച് ചെയ്ത് എടുപ്പിക്കുക. സോ മുകളിലൂടെ ഇട്ടിട്ട് അകത്തൂടെ എടുക്കുക. സോ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്താലാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഫൈനലി അവസാനത്തെ പോയിന്റും കൂടി കഴിയുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇനി തിരിച്ച് പോകണം. ഈ മൂൺ ഷേപ്പ് വരണമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് തിരിച്ച് ഈ ഹോളിൽ ഇട്ടിട്ട് വേണം തിരിച്ച് കൊണ്ടുപോകാൻ. സോ അതുകൊണ്ട് തന്നെ നൂലകത്തേക്ക് കടന്നു പോകില്ല. അതുകൊണ്ട് ഞാനിവിടെ പിന്നിനകത്തേക്ക് ഇത് പാസ് ചെയ്തിട്ട് പിന്നിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അകത്തേക്ക് കടത്താൻ പോകുന്നത്. ഓക്കെ, സോ ചുമ്മാ പിന്നിനകത്തേക്ക് നൂലിട്ട ശേഷം നമുക്ക് പിന്ന് ഉപയോഗിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാം. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിലൂടെ കൊടുക്കണം കേട്ടോ. അടിയിലൂടെ എടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ, ഓക്കെ, അടിയിലൂടെ എടുത്തിട്ട് തന്നെ അടിയിലൂടെ തന്നെ കൊടുക്കുക. ഇല്ലാന്ന് വെച്ചാൽ മുകളിൽ സ്റ്റക്കായി പോകും. സോ ഈ പാറ്റേൺ ഫുള്ളായിട്ട് നമുക്ക് ഈ എൻഡ് വരേക്കും ഫോളോ ചെയ്യാം. സോ റിട്ടേൺ ആദ്യം ഫോർവേഡ് പോവുക, റിട്ടേൺ വരിക. സോ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, സോ വീണ്ടും ഇതുപോലെ ചെയ്യുക, തിരിച്ച് വരിക. സോ ആദ്യം ഇങ്ങോട്ട് താഴേക്ക് വരിക, മുകളിലേക്ക് പോവുക, പിന്നെയും താഴേക്ക് വരിക, പിന്നെയും മുകളിലേക്ക് പോവുക. സോ അങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു മൂണിൻ്റെ ഷേപ്പ് കിട്ടുന്നവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് എപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടിയിലൂടെ ഇട്ടിട്ട് അടിയിലൂടെ തന്നെ തിരിച്ചെടുക്കണം. മുകളിലൂടെ പോയെന്ന് വെച്ച് നമുക്ക് ബാങ്കിളിൽ കൊടുക്കും. സോ ദിസ് ഈസ് അവർ ക്രെസൻറ്റ് മൂൺ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ ക്രെസൻറ്റ് മൂൺ എന്ന്. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. മൂണിൻ്റെ ഷേപ്പിൽ ചെയ്യുന്ന വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇതൊരു കുറേ വട്ടം, ഒരു 4-5 വട്ടം ചെയ്തെന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂണിൻ്റെ ഷേപ്പിലെത്തും. ലൈക്ക് ഒരു സി ഷേപ്പ് ഇല്ലാച്ച ക്രെസൻറ്റ് ടൈപ്പിലേക്ക് നമുക്ക് എത്തും. സോ ദിസ് ഈസ് മൈ ടൈപ്പ്. സോ ഇതാണ് ക്രെസൻറ്റ് മൂണിൻ്റെ ടൈപ്പ്. ഓക്കെ, സോ ഇതാണ് മൂണിൻ്റെ ഒരു എന്താ പറയുക ആ ഷേപ്പിലുള്ള ഒരു ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. സോ ഇനി ഇതിൽ ബഡ് പിടിപ്പിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നത് മോശമായി പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണിക്കണമല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ ബഡ് പിടിപ്പിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ എങ്ങനെ ബഡ് പിടിപ്പിക്കുക എന്നുള്ളത്. സോ ചുമ്മാ നമ്മുടെ പിന്നിനകത്തൂടെ ബഡ് പോവാത്ത സ്ഥിതിക്ക് ചുമ്മാ നൂല് അകത്തുകൂടെ ഇട്ടിട്ട് ഓരോ ബഡും അകത്തേക്ക് കയറ്റുക. 1 by 1 ആയിട്ട് കയറ്റണം കേട്ടോ. സോ ചുമ്മാ ബഡ് അകത്തേക്ക് കയറ്റിയ ശേഷം നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ട് അതിനകത്തൂടെ ഇട്ടെടുത്തല്ലോ, അതുപോലെ നമ്മൾ ചുമ്മാ വേണമെങ്കിൽ പിന്നെയും ഇട്ടിട്ട് നമുക്ക് എടുക്കാം. ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ചുമ്മാ ഹാൻഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അതിനോട് അകത്തുകൂടെ ഇങ്ങനെ ഇട്ടിട്ടെടുക്കാം. സോ ബഡ് അവിടെ ലോക്കായി. ഇനി വേണമെങ്കിൽ 1-2 ബഡും പാടെ ഇതിനകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതുപോലെ തന്നെ ചുമ്മാ ആ എക്സ്ട്രാ വരുന്ന ത്രെഡിനകത്തേക്ക് ബഡ് ഇട്ട് കൊടുത്തിട്ട് ചുമ്മാ ലോക്ക് ചെയ്തിട്ട് ദാറ്റ്സ് ഇറ്റ്. കൂൾ. സോ ദിസ് ഈസ് ദ ഡെമോ. സോ ഇത് കുഞ്ഞതായതുകൊണ്ട് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല ബഡ് പിടിപ്പിക്കുമ്പോൾ. സോ വലിയ ഡ്രീം ക്യാച്ചർ ഇതുപോലെയുള്ളതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും ബഡ് പിടിപ്പിക്കുമ്പോൾ. സോ ഇതുപോലെ കാണാൻ പറ്റും നമുക്ക്. ബഡ് ഓരോന്നിനകത്തേക്ക് 1 by 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും ബഡ് പിടിപ്പിക്കുമ്പോൾ. സോ ബഡ് പിടിപ്പിക്കാത്തതെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോ. ഇതിനകത്ത് ഇങ്ങനെ ആയിരുന്നു കാണിച്ചിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ ബഡ് പിടിപ്പിച്ച് ക്രെസൻറ്റ് ഡ്രീം ക്യാച്ചർ നമ്മൾ ഉണ്ടാക്കി. സോ ഇതിന് സൈഡും താഴേക്കായിട്ട് നമുക്ക് ഫെദേഴ്സ് പിടിപ്പിക്കണമല്ലോ. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചുമ്മാ ഫെദേഴ്സിൽ ചുമ്മാ ടൈ ചെയ്ത ശേഷം നമുക്ക് ഫെവിക്കോളെല്ലാം വെച്ചിട്ട് അതിനൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ തൂങ്ങിക്കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണിത്. സോ ഇത് അത്യാവശ്യം
ബലമായെന്ന് തോന്നുന്നു. അപ്പോൾ ബലമായ സ്ഥിതിക്ക് നമുക്കിതിനകത്ത് കെട്ടാം. കുറച്ച് ബിയർഡെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് കെട്ടാം. ഓക്കെ, സോ രണ്ട് സൈഡും വേറെ നമുക്കിങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ സാധനം വേണം. സോ ഇതാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും തോന്നുന്നു. So that's it, our Crescent Moon Dream Catcher done fine. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചർ, നമ്മുടെ മൂൺ, ക്രസന്റ് മൂൺ ഡ്രീം ക്യാച്ചർ അതിന് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള വേറെ അടിപൊളി ടിപ്സ്, ഹാക്സ്, ഐഡിയാസ് ആയിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും see you guys in the next video with the bank content. Bye bye bye.